Krishna, Hare Krishna, Krishna Krishna, Hare Ram, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Jaya Prabhupada, 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 Jaya Prabhupada, Jai Jagat Guru Srila Prabhupada, Jaya Bhakti Vedanta Swami Prabhupada, Jai Gaura Nitya Jaya, Gaura Nitya Jaya, Gaura Nitya Jaya, Gauranga Nitya Jaya, Gaura Hari Bol. Hari Bol, Hari Bol, Nitya Gaura Hari Bol. जय ओम विश्वपाद परिव्राजार्य अश्वतवशी अभय चरणारविंद भक्ति वेदांत स्वामी प्रभुपाद की जय। नमाचार्य हरिदास ठाकुर की जय। प्रेम सगो श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद की जय। अनंत कोटि वैष्णव वृंद की जय। गुरुवायूरप्पन की जय। नरसिंह भगवान की जय। लड्डू गोपाल की जय। पंचतत्व भगवान की जय। नित्याय गौर सिदानाथ प्रेमानंदे हरि हरि बोल। मुगम करोति वाचालं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानंद माधव श्री चैतन्यमीश्वरम्। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सुपदान्तिकं वन्देकं श्रीगुरुं श्रीयुतपदकमलं। श्रीगुरुं वैष्णवांशं श्रीरूपं साग्रजातं सगुणनिगदान्तान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगुणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिंधु दीनबंधो जगत्पदे गोपीश गोपिका कांता राधा कांता नमस्तुते। तप्तकांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री गुरुभ्यो नमः। श्री गुरुदेव की जय। श्री प्रभुपाद की जय। ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്നോട് ഈ ശ്ലോകത്തെപ്പറ്റി 40 മിനിറ്റുള്ള വിശദീകരണം തരാനാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീ മുകുന്ദ പ്രഭു. അപ്പം അതനുസരിച്ച് എല്ലാവരെയും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ 18-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 51, 52, 53 3 ശ്ലോകങ്ങൾ ഒന്നിച്ചതാണ് ഇന്നത്തെ സത്സംഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത സന്യാസത്തിന്റെ പരിപൂർണത, ശ്ലോകം 51. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദിൻ വിഷയാം ത്യക്ത്വാ രാഗദ്വേഷാഭിധസ്യ ച. ശ്ലോകം 52. വിവിക്തസേവി ലഘ്വാശി യത്വാ കായാമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമാ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. വിവർത്തനം. തൻ്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജനസ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നെ ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്നയാൾ വിരക്തനായും മിഥ്യാഹങ്കാരം, ബലത്തെക്കുറിച്ചുള്ള മതം, മിഥ്യാഭിമാനം, കാമക്രോധം, ഭൗതിക ദ്രവ്യങ്ങളിലെ ആഗ്രഹം എന്നീ ദോഷങ്ങളൊഴിഞ്ഞ് തെറ്റായ അധീശത്വാബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിലെ ഭാവാർത്ഥം
ഭക്തന്മാർക്ക് ശ്ലോകം വായിക്കാം, ഭാവാർത്ഥം വായിക്കാം. എങ്ങനെയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചെയ്യാം. ഹരേ കൃഷ്ണ. വായിച്ചോളൂ പ്രഭുക്കന്മാരെ, പ്രഭുക്കന്മാരോ മാതാജിമാരോ ആരാണെന്ന് വെച്ചാൽ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നു. അപ്പൊ വായിച്ചോളൂ, ഭാവാർത്ഥം വായിച്ചോളൂ. ശില പ്രഭുപാദ് കി ജയ്. അത് ഞാൻ വായിക്കണോ? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. വായിക്കാം പ്രഭുജി. വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 51. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാം ത്യക്ത്വാ രാഗദ്വേഷോ വ്യദസ്യ ച. 52. വിവിക്തസേവീ ലഘ്വാശീ യദവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതാഃ. ശ്ലോകം 53. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഹരേ കൃഷ്ണ. വിവർത്തനം. തന്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജന സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നേ ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ആൾ വിരക്തനായും നിത്യാഹങ്കാരം, ബലത്തെക്കുറിച്ചുള്ള മതം, നിത്യാഭിമാനം, കാമം, ക്രോധം, ഭൗതിക ദ്രവ്യങ്ങളിൽ ആഗ്രഹം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞും തെറ്റായ അധീശത്വമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് വിശുദ്ധ ബുദ്ധിമാനാകുന്ന വ്യക്തി സാത്വികനായിരിക്കും. അയാൾ മനോനിയന്ത്രണം ചെയ്യുകയും സദാ ധ്യാനനിരതനാവുകയും ചെയ്യും. ഭോഗവിഷയങ്ങളിൽ ആസക്തനാവില്ല. അയാളുടെ പ്രവൃത്തികൾ രാഗദ്വേഷരഹിതങ്ങളായിരിക്കും. ആ വിരക്തനായ മനുഷ്യൻ വിജനപ്രദേശത്ത് താമസിക്കാനേ ഇഷ്ടപ്പെടുകയുള്ളൂ. ആവശ്യത്തിലധികം ഭക്ഷിക്കുകയില്ല. മാനസികവും ശാരീരികവുമായ കർമ്മങ്ങളെ നിയന്ത്രിക്കും. ഈ ശരീരമാണ് താനെന്നു കരുതാത്ത അയാൾക്ക് നിത്യാഹങ്കാരം ഉണ്ടാവാൻ വയ്യ. ഒട്ടേറെ പദാർത്ഥങ്ങൾ വാരിച്ചെലുത്തി ദേഹത്തിന് പുഷ്ടിയും കരുത്തും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയില്ല. ജീവിതം ശാരീരികം എന്ന തെറ്റിദ്ധാരണയില്ലാത്തത് കൊണ്ട് ദുരഭിമാനവും ഇല്ല. തനിക്ക് ഭഗവത് കരുണയാൽ കിട്ടുന്നവ കൊണ്ട് സംതൃപ്തനാണ് അയാൾ. വിഷയസുഖങ്ങൾ കിട്ടാതെ വന്നാൽ കോപിക്കുന്ന സ്വഭാവമല്ല അയാൾക്കുള്ളത്. അയാൾ ഇന്ദ്രിയ വിഷയങ്ങൾ നേടാൻ വേണ്ടി പ്രയത്നിക്കുകയുമില്ല. ഇങ്ങനെ അഹംഭാവമുക്തനായ അയാൾക്ക് ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി തീരെ നശിക്കും. ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാര പദത്തിലെത്തുകയും ചെയ്യും. ഇതാണ് ബ്രഹ്മബോധാവസ്ഥ. ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തനായ മനുഷ്യന് ശാന്തി ലഭിക്കും. അയാൾ ഒരിക്കലും അസ്വസ്ഥനാകാൻ ഇടയില്ല. ഭഗവത്ഗീതയിൽ വിവരിക്കുന്നു. 2:70 ശ്ലോകം. ആഭുര്യമാണമജല പ്രതിഷ്ഠാം സമുദ്രമാവ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോദിന കാമകാമി. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ഉണ്ട്? ഓക്കെ. അപ്പോൾ ഈ ശ്ലോകത്തില് നമുക്ക് ഇന്നത്തെ ഈ ശ്ലോകത്തിലേക്ക് കടന്ന് വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ പറയുന്നു. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ, അതായത് ജ്ഞാനയോഗത്തിലൂടെയുള്ള പരിശുദ്ധി നേടുന്നതിനെ കുറിച്ച് പറയുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. ഇതിൽ ഭഗവാൻ എന്താ പറയണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു ജ്ഞാനയോഗി പല പ്രകാരത്തിലൂടെ പുരോഗതി പ്രാപിച്ച് ഒടുവിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ആ പദത്തിലേക്ക് ഉയരാനുള്ള ആ വഴി അതാണല്ലോ. അപ്പൊ അതാണ് ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ എന്ന് പറയുന്നത്. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ, ആ ബുദ്ധി കൊണ്ട് വിശുദ്ധമാക്കുക. ബുദ്ധി കൊണ്ട് നമ്മൾ എങ്ങനെ ഇതെല്ലാം കാര്യങ്ങൾ വിശുദ്ധമാകും? ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു. അതായത് നിശ്ചയദാർഢ്യം കൊണ്ട് മനസ്സിനെ നമുക്ക് വിഷയങ്ങളെ നിയന്ത്രിച്ച് രാഗദ്വേഷങ്ങളെയൊക്കെ അകറ്റി, അതായത് രാഗം എന്നാൽ എന്താ? അറ്റാച്ച്മെന്റ്. നമ്മൾ ഭൗതിക ആസക്തി, അറ്റാച്ച്മെന്റ്, അത് ആവശ്യത്തിനുള്ള അത് ഭൗതിക സമർപ്പണമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ
സേവനത്തിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭഗവത് അതാണ്. അപ്പം നമുക്ക് ഭൗതിക ആസക്തിയിൽ ഭൗതിക കാര്യങ്ങളില്ലാതെ നമുക്ക് ഈ കലിയുഗത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതെല്ലാം കുറച്ചൊക്കെ അത്യാവശ്യം വേണമെങ്കിലും അത് കാര്യങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിനായി ചോദിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണം എന്നുള്ള ആ ഒരു രീതിയിൽ എടുത്ത് അതെല്ലാം ഭഗവത് സമർപ്പണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിലൂടെ, അതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഭഗവത്ഗീത പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം ഏനുമാവുപയാതി. നമ്മൾ പഠിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ 10ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആരാണോ നമ്മുടെ പരമപുരുഷൻ ആ ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്താനുള്ള അവസരങ്ങളാണ് ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ മനുഷ്യജന്മം ജനിച്ച് തന്നെ വളരെ അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും ശാസ്ത്രങ്ങളെ പറ്റി അറിയാനും ഇങ്ങനെയുള്ള ഭഗവാന്റെ നാമജപത്തെ പറ്റി അറിയാനും സാധു ശാസ്ത്ര പിന്നെന്താ ഭഗവാന്റെ കാര്യങ്ങളെ പറ്റിയും നാമജപം അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയാൻ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഏതാവാൻ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. അപ്പൊ അന്തിമകാലത്ത് നമുക്ക് നാരായണന്റെ സ്മൃതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ ഭഗവത്ഗീതയിലൂടെയും ഭാഗവത്തിൽ കൂടെയും പറഞ്ഞാൽ അതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട്. അപ്പൊ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം യഥാമി ബുദ്ധിയോഗം എനുമാവുപയാതി. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം. യസ്മിൻ തുഷ്ടേ ജഗത് തുഷ്ടേ, ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരും സംതൃപ്തിയാകുമെന്നാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ബുദ്ധി ഉപയോഗിച്ച് വിശുദ്ധമാക്കുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിശ്ചയദാർഢ്യം കൊണ്ട്, അപ്പൊ നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് നിശ്ചയദാർഢ്യം വേണം, അല്ലെ? നമുക്ക് രാവിലെ എണീക്കണം, നാമം ജപിക്കണം, അല്ലെങ്കിൽ ഭഗവത് സേവനം ചെയ്യണം, ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത പഠിക്കണം, കറക്റ്റായിട്ടുള്ള ക്ലാസ്സിനൊക്കെ കയറണം. ഇങ്ങനെയുള്ള നമുക്ക് നിശ്ചയദാർഢ്യം, അതാണ് ഉത്സാഹ. ശ്രീ രൂപഗോസ്വാമി 6 ഗോസ്വാമിയുണ്ട്. ആ ഗോസ്വാമിമാരുടെ ഇതിൽ പറയുന്നുണ്ട്, ഉത്സാഹ നിശ്ചയ ധൈര്യ തത് കർമ്മ പ്രവർത്തന സംഘത്യാഗ സദോവൃത്തി ഷഡ്ഭിർ ഭക്തിർ പ്രസിദ്ധതി. അപ്പൊ ഭക്തി ഉണ്ടാകണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം, ഈ സാധന ഭക്തി, നിരന്തരമായിട്ടുള്ള നാമജപം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള നമ്മുടെ ഉത്സാഹം. അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിശ്ചയദാർഢ്യം വേണം, അല്ലെ? എനിക്ക് കുറച്ച് ഭഗവാനെ പറ്റി അറിയണം, ഭാഗവതത്തെ പറ്റി അറിയണം, കുറച്ച് ജ്ഞാനങ്ങളൊക്കെ സമ്പാദിക്കണം, ഭഗവത്ഗീതയെ പറ്റി അറിയണം എന്നുള്ള ആ നിശ്ചയദാർഢ്യം. അതുകൊണ്ട് നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പം അത് ശബ്ദം കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിച്ച് ആണ്. ശബ്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമജപത്തിലൂടെ ആ ശബ്ദം, അതീന്ദ്രിയമായ ശബ്ദസ്പന്ദനം നമ്മുടെ കാതുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ആ ശബ്ദം കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് നമ്മൾ എപ്പോഴും ഭഗവത് നാമത്തിന് ഈ കലിയുഗത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്നത. അപ്പൊ കലിയുഗത്തിൽ വേറെ ഒരു ഗതിയും ഇല്ല, വേറെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട, ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്നാ പറയുന്നത്. കലേർ ദോഷ നിധേ രാജൻ അഷ്ടിഹേതോ മഹാഗുണ, അതാണ് കലിയുഗത്തിലെ മഹാഗുണം. കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗപരം. അപ്പൊ കലിയുഗത്തിൽ നാമജപം കൊണ്ട്, അതാണ് നിശ്ചയദാർഢ്യം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, ശബ്ദം കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ പല ഭഗവാന്റെ നാമജപത്തിലൂടെയും ഭഗവത്ഗീത പാരായണം, ഭാഗവത പാരായണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ശബ്ദങ്ങളെ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്. അപ്പൊ ഭൗതികമായ കാര്യങ്ങളിലേക്കല്ല നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്, ആത്മീയമായ കാര്യങ്ങളിലേക്ക്. അതെങ്ങനെ നമുക്ക് കിട്ടും? സത്സംഗത്തിലൂടെ. ആ സത്സംഗം കൊണ്ടേ നമുക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. അറ്റാച്ച്മെന്റ്, ഭൗതിക കാര്യങ്ങൾ വേണം, പക്ഷെ അത് ഭഗവാനുമായിട്ട് ബന്ധിച്ചിരിക്കണം. ആ ഭഗവാന്റെ യോഗത്തിനായിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അത് ഭഗവാനിലേക്ക് സമർപ്പണം ഭാവത്തോടെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ, ഇപ്പം നമുക്ക് കാറ് വേണം, വീട് വേണം, വണ്ടി വേണം, അതൊക്കെ ഭൗതിക കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം ഭഗവത് സമർപ്പണമായിട്ട് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കണം. ആ ഉപയോഗത്തിലൂടെ നമ്മുടെ ബുദ്ധി, അങ്ങനെയാണ് ബുദ്ധി ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള രാഗദ്വേഷങ്ങളെയൊക്കെ അകറ്റി, രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ആ ഭൗതിക കാര്യങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് കുറയ്ക്കുകയും ഭഗവത് കാര്യങ്ങളിൽ, അതാണ് കലിയുഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ്.
ഭഗവത് കാര്യങ്ങളിൽ അറ്റാച്ച്മെന്റ് കൂട്ടണം. പിന്നെ ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ്, അത് ഇത് രണ്ടും ഒഴിവാക്കണം. ഏതൊക്കെയാണ്? രാഗം, ദ്വേഷം. അപ്പൊ ഈ നമ്മുടെ ഉള്ളിലുള്ള എന്താ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളെല്ലാം മാറിയാലേ ഇങ്ങനെയുള്ള പിന്നെന്താ ഏകാന്തമായിട്ടുള്ള, ഇതിൽ പറയുന്നില്ലേ, ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥ, തൻ്റെ ബുദ്ധിയാൽ ശുദ്ധീകരിപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗ വിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടായും വിജനസ്ഥലത്ത് താമസിച്ച. എന്താണ് ഈ വിജനസ്ഥലം എന്ന് പറയുന്നത്? വിജനസ്ഥലം എന്ന് പറയുന്നത് സത്സംഗം എവിടെയാണോ അതാണ് വിജനസ്ഥലം, അല്ലെ? ഏകാന്തമായിട്ട് നമുക്ക് കലിയുഗത്തിൽ ഈ സമയത്ത് പോയി എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് നാമം ജപിക്കാനോ ഭാഗവതം വായിക്കാനോ ഭഗവത്ഗീത വായിക്കാനോ പറ്റില്ല. അപ്പൊ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സത്സംഗം, നല്ല സംഘം, അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള ആ സത്സംഗത്തിലേക്ക്, അതാണ് ഏകാന്ത സ്ഥാനം എന്ന് പറയുന്നത്. വസിക്കുക. ആ ഭക്തസംഘത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മത മാത്സര്യങ്ങൾ, ഈ രാഗം, അറ്റാച്ച്മെന്റ്, ദ്വേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഏകാന്തമായിട്ടുള്ള ആ സ്ഥാനം, അതാണ് ഭക്തസംഘം എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാതെ നമ്മൾ കാട്ടിൽ പോയി തപസ്സിരിക്കാനോ അല്ലെങ്കിൽ 24 മണിക്കൂർ നാമം ജപിച്ചിരിക്കാനോ ഒന്നും അല്ല പറയുന്നത്. എപ്പോഴും കൃഷ്ണായി സെന്റർ. സോ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സെന്ററാക്കി നിർത്തി വീട്ടിലൊരു ഭഗവാന്റെ രൂപം, ഭഗവാൻ പറഞ്ഞ എൻ്റെ ഫോട്ടോ വയ്ക്കുക, എൻ്റെ രൂപം വയ്ക്കുക, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമ്യം സുസുഖം കർത്തുമവ്യം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. വളരെ സുസുഖമായിട്ട് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ഡീലിങ്, അല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറയാം, ഭഗവാന് സേവനം ചെയ്യാം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രേശ്യതി, ഇതെല്ലാം നമുക്ക് ഭഗവത് അർപ്പണമായിട്ട് സമർപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിത്തം ശുദ്ധമാകും. ആ ചിത്തം ശുദ്ധമാകുമ്പോൾ നമുക്ക് ഭക്തന്മാരുമായിട്ട് സഹവസിക്കണം. ഇങ്ങനെ കാട്ടിലൊന്നും പോയിരുന്നത് അവസ്ഥയുണ്ടോ? നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഗ്രഹത്തിൽ തന്നെ, സ്വഗ്രഹത്തിൽ തന്നെ സ്വധാമം, ഭഗവാന്റെ വൈകുണ്ഠം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഭഗവാന്റെ നാമജപം, ഭാഗവതം, ഭഗവത്ഗീത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതാണ് വിജനസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അല്ലാതെ നമ്മൾ വിജനമായിട്ടുള്ള സ്ഥലത്ത് പോയിരുന്ന് ചെയ്യാനല്ല പറയുന്നത്. ഏകാന്തത എന്നാൽ സത്സംഗം, ഏകലക്ഷ്യത്തോടെ, അതാണ് ഏകലക്ഷ്യത്തോടെ നമ്മളെ പരിശ്രമം. എന്താണ് നമുക്ക് വേണ്ടത്? കലിയുഗത്തിൽ ഭക്തി വേണം, ഭഗവാന്റെ സേവനം വേണം, നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നടക്കും എന്നുള്ള ഒരു വിശ്വാസം, അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ എവിടെ പോയി നോക്കിയാലും കരുതുന്ന ഭഗവാന്റെ ഇച്ഛപ്രകാരമല്ലേ ഇതെല്ലാം നടക്കുകയുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും ആഗ്രഹം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഭഗവത് സേവനമായിട്ട് കരുതി ചെയ്താൽ മാത്രമേ ഇതെല്ലാം നടന്നു പോരുകയുള്ളൂ. പിന്നെന്താ? ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിലിരുന്ന് ആ സത്സംഗത്തിലൂടെ, അല്ലാതെ അഭക്തന്മാരുമായിട്ടുള്ള സത്സംഗത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കാമക്രോധ ലോഭ മത മാത്സര്യങ്ങൾ കൊണ്ട് നിറയുമെന്നാണുള്ളത്, അല്ലേ? പിന്നെന്താ? നമുക്ക് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് മിതമായി ഭക്ഷണം കഴിക്കുക, ശരീരത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതെ നമ്മുടെ അമിതമായ ഭക്ഷണം, അതോടെ ക്ഷീണം, ഉറക്കം, മടി, അലസത ഇതെല്ലാം വന്നു ചേരും. അപ്പൊ ഇതൊക്കെ നമുക്ക് ആത്മാവിനെ പരിപോഷിപ്പിക്കാം, അല്ലെ? നമ്മുടെ പരമാത്മാവിനെ നമ്മൾ അലങ്കരിക്കണം എന്നാണ് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. നമ്മുടെ പരമാത്മാവിനെ എങ്ങനെ നമ്മൾ അലങ്കരിക്കും? എങ്ങനെയാണ് നമ്മൾ പരമാത്മാവിനെ അലങ്കരിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആ ഭക്തിലതാ ബീജ് വളരണം, അല്ലെങ്കിൽ ഭഗവാന്റെ നാമജപത്തിലൂടെ, ഭഗവത് സേവനത്തിലൂടെ ആ പരമാത്മാവിനെ നമുക്ക് അലങ്കരിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പൊ പരമാത്മാവിനെ അലങ്കരിക്കാനുള്ള ഒരേ ഒരു വഴി ഇങ്ങനെയുള്ള സത്സംഗത്തിലൂടെയും നാമജപത്തിലൂടെയും ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീത, ഭാഗവതം. ഭഗവത്ഗീതയാണ് നമ്മുടെ എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ശാസ്ത്രം. ആ ശാസ്ത്രങ്ങൾ നിത്യവും പാരായണം ചെയ്യുകയും പഠിക്കുകയും അത് മനനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം കൈവരിക്കാൻ പറ്റും. ഈ രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി. അതാണ് പിന്നെന്താ? നമ്മുടെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്വധർമ്മം ചെയ്യുക, പണം സമ്പാദിക്കുക, ആഗ്രഹങ്ങൾ സബലീകരിക്കുക, പിന്നെ മോക്ഷപ്രാപ്തിയിലെത്തിക്കുക. അതിനുപരിയായിട്ടുള്ള പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള ഭക്തിയുത സേവനം, അതാണ് ഇതിനകത്തൊക്കെ ഉപരിയായിട്ടുള്ളത്. ആ ഭക്തിയുത സേവനം ചെയ്യാനുള്ള അവസരങ്ങളാണ് കലിയുഗത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരങ്ങൾ. അതാണ് നേരത്തെ പറഞ്ഞ സ്വധർമ്മ ഏതാവാൻ സംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാം ജന്മലാഭപരപുംസേ അന്തേ നാരായണ സ്മൃതി. അപ്പോൾ ആ ജനിച്ചു മരിച്ചു എന്നുള്ളതിന് ഉപരിയായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ഈ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ
ആ നാരായണ സ്മൃതി, അന്തേ നാരായണ സ്മൃതി അല്ലെ. അന്തിമകാലത്ത് നമുക്ക് ഭഗവാന്റെ കാര്യം അല്ലെങ്കിൽ നാമം, ഭഗവാന്റെ പേര്, ഭഗവാന്റെ രൂപം, കൃഷ്ണ, കേശവ, മുകുന്ദ, ഗോപാല എന്നൊക്കെ ഓർക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന വായിൽ അല്ലെങ്കിൽ മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ അന്തിമകാലത്ത് നമുക്ക് ഇതൊന്നും ചെയ്യാൻ, കാരണം 84,000 കോടി തേള് കടിക്കുന്ന വേദനയാണ് അന്തിമകാലത്ത്. അപ്പോൾ നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടമുള്ള ഒരു ഉണ്ണിയപ്പം കൊണ്ടുപോകാനോ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തന്മാരുടെ സംരക്ഷകനാണ്. ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചു കൊള്ളും. ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. നമയ ഭക്തപ്രണശ്യതി എന്നാ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരങ്ങളാണ് കലിയുഗത്തിൽ എന്നുള്ളത്. കലികാലേ നാമരൂപേ കൃഷ്ണാവതാർ. കലിയുഗത്തിൽ ഭഗവാൻ നാമരൂപത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ മന്ത്രം എപ്പോഴും ജപിക്കാൻ എല്ലാവർക്കും ആ മനസ്സ് തോന്നണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് മഹാമന്ത്രമാണ്. ഇത് ഷോഡശകം നാംന കലി കൽമഷനാശനം നഥ പരതരോപായം സർവവേദേഷു ദൃശ്യതേ. എല്ലാ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കണേ? അടുത്ത 52ാമത്തെ വിവിക്തി സേവി ലഘ്വാശി യദ്വാ കായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രം അല്ലെ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിറ്റാച്ച്മെന്റ്, ഇതിനോടെല്ലാം വെറുപ്പ്, ആ ഒരു ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളിലോട്ടുള്ള കുറച്ച് നമ്മൾ അതിനോടുള്ള ഒരു വിടുതൽ, ഒരു വെറുപ്പുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്തി അല്ലെങ്കിൽ പരമാത്മാവിനോടുള്ള അലങ്കാരം ആവും. പരമാത്മാവിനെ അലങ്കരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം വേണം അല്ലേ. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഭൗതികമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി മോടി പിടിപ്പിക്കുന്നുണ്ട്, മുഖത്ത് കുട്ടിയിടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. ഇതെല്ലാം ശാരീരികമായ ബോഡി ആ കാര്യങ്ങളാണ്. പക്ഷെ ആത്മീയമായിട്ട് നമുക്ക് ഭഗവാനെ, ആ പരമാത്മാവിനെ അലങ്കരിക്കാനുള്ള എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ നമ്മൾ ഒരു മനനം ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഭക്തിയിലേക്ക് വേണ്ടിയിട്ട്, ഭക്തിമാർഗത്തിലേക്ക് വേണ്ടി ചെയ്തു, എന്താണ് കലിയുഗത്തിലെ ധർമ്മം, എന്താണ്, ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പരമമായ ധർമ്മമാണെന്നാണ് പറഞ്ഞത്. ഈ ധർമ്മം അനുഷ്ഠിക്കാനാണ് നമ്മുടെ ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഉപദേശിക്കുന്നത്. അപ്പൊ അതിലൂടെ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടവും സംഭവിക്കില്ല. അതാണ് നമ്മൾ റെഡ് സിഗ്നലിൽ കൂടെ അല്ല പോകേണ്ടത്, ഗ്രീൻ ചാനലിൽ കൂടെ കടന്നു വേണം എപ്പോഴും നമ്മുടെ ജീവിതം വഴി പോകേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതും അത് മറ്റുള്ളവർക്കും നമ്മുടെ പരമ്പരകൾക്കും, അതായത് നമ്മുടെ കുട്ടികൾക്ക് പോലും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ വഴിയിലൂടെ അനുഷ്ഠിക്കുകയും വേണം. കാരണം എന്താ പറഞ്ഞാൽ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞില്ലേ, ആ കൗമാരേ ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതനീക ദുർലഭം മാനുഷൻ ജന്മം തദപ്യു എന്നാ പറഞ്ഞത്. കൗമാരപ്രായത്തിൽ തന്നെ, കുട്ടിക്കാലത്ത് തന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നമുക്കൊക്കെ ജീവിതത്തിന്റെ പഴയ പല ഏജുകളായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതെല്ലാവരോടൊക്കെ അറിവ് പറ്റുന്നത്. പക്ഷെ എന്നാൽ കൂടി ഇനിയെങ്കിലും നഷ്ടപ്പെടാതെ ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു, എന്ത് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല വിഷയം. ഇന്ന് തൊട്ട്, അതാണ് നേഹാഭിക്രമൻ ആശ്വസ്തി 2ാമത്തെ അധ്യായത്തിൽ 40ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. നേഹാഭിക്രമൻ ആശ്വസ്തി പ്രത്യുവായന സ്വൽഭ്യതേ സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അപ്പം മഹാഭയങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്താ, ഭഗവാനെ പറ്റിയുള്ള ഒരു സ്മരണ, അല്ലെങ്കിൽ ഭാഗവത്തിലെ ഏതൊരു ശ്ലോകം, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ശ്ലോകം, അല്ലെങ്കിൽ നാമജപം, സത്സംഗം, ഇതെല്ലാം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ അറിവൊക്കെ. അപ്പൊ ഇതിലെ ആ ഒരു മഹാഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. എന്ത് ചെയ്താല്? ഇങ്ങനെയുള്ള സത്സംഗം, നാമസങ്കീർത്തനം, ഭജനക്രിയ, ഭഗവാനെ അർപ്പിച്ച പ്രസാദങ്ങൾ കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ഭഗവാനെ എന്തും അർപ്പിക്കാം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്യതി. ഭക്തി പുരസ്സരമായിരിക്കണമെന്നേ ഉള്ളൂ. ആ ഭക്തി പുരസ്സരം ഭഗവാൻ അർപ്പിച്ച് ആ സേവനം ചെയ്തു കഴിഞ്ഞാൽ, അതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട്, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമ്യം സുസുഖം കർത്തുമവ്യയം. വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ഭഗവാനായിട്ടുള്ള ഡീലിംഗ് ആണ്. ഭഗവാന്റെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് ഭഗവാനെ അർപ്പിക്കാം. ചന്ദനത്തി, ധൂപ്, ദീപം, വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനെ അർപ്പിച്ച്, അതാണ് പഞ്ചഭൂതങ്ങളാണ് ഇതൊക്കെ, ആകാശം, ഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ അർപ്പിച്ച് ചെയ്യാം. അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താ, ആ വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ് വരും. അതാണ് അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധ, പരിഗ്രഹം വിമുച്ച നിർമ്മമോ ശാന്തോ ബ്രഹ്മഭൂയാ കൽപ്പതേ എന്നാണ്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനുള്ള അർഹത നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
അപ്പം മറ്റുള്ള കാര്യങ്ങൾക്ക് പിന്നെ മിതമായി ഭക്ഷണം കഴിക്കണം, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കരുത്, അതും വലിയ ദോഷം ചെയ്യും. ഇപ്പൊ അമിതമായ ഭക്ഷണം, ക്ഷീണം, ഉറക്കം, മടി, അലസത ഒക്കെ വന്നിട്ടും നമുക്ക് ആ ശരീരത്തെ അമിതമായി പോഷിപ്പിക്കാതെ ആത്മാവിന്റെ പോഷണം, അതാണ് പരമാത്മാവിനെ പോഷിപ്പിക്കുക. അതിനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭക്തിയുത സേവനം, നവവിധ ഭക്തികൾ, ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിയന്ത്രണത്തിലൂടെ നമുക്ക് പരിശീലിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താ അഹങ്കാരം ഉണ്ടാകില്ല, ദർപ്പം, ബലം, കാമം, ക്രോധം ഇതിൽ നിന്നൊക്കെ മുക്തി നേടി പ്രശാന്ത മനസ്സിനോട് വരും. അതാണ് ശാന്തമായിട്ടുള്ള മനസ്സ്. അപ്പൊ നമുക്ക് അവബോധത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ ഭൗതിക വിഷയങ്ങളെ ഉള്ള ആസക്തി കുറച്ച്, അതില്ലാതെ എന്നല്ല പറഞ്ഞത്, അതിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ, അഥവാ ഭൗതിക ആസക്തി, ഭൗതിക കാര്യങ്ങൾ ഭഗവാൻ സമർപ്പിച്ച് അങ്ങനെയുള്ള നിത്യജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ഭഗവാന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭൗതിക വിഷയങ്ങൾ കിട്ടാതെ വരുമ്പോൾ കാമം, ക്രോധം ഇതൊക്കെ ഉണ്ടാവും അല്ലെ. ഇതൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? കാമം, ക്രോധം, മതമാത്സര്യം, ഇങ്ങനെയൊക്കെ അതിലൊക്കെ അങ്ങനെയുള്ളതിലേക്ക് പുരോഗതി ഈ സേവനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നാമജപം കൊണ്ട്, അല്ലെങ്കിൽ സത്സംഗം കൊണ്ട് നശിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ബ്രഹ്മഭൂതാവസ്ഥയിലൂടെ നമുക്ക് സമചിത്തത നേടാൻ പറ്റുമെന്ന് പറഞ്ഞത്. സമചിത്തത നേടിക്കഴിഞ്ഞാൽ ശീതോഷ്ണ സമദുഃഖ അല്ലെ, ശീതത്തിലും ഉഷ്ണത്തിലും കാറ്റിലും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നമുക്ക് ഒരേ അവസ്ഥ, ഒന്നിലും ഭ്രമിക്കാതെ ആ ഒരു സമചിത്തനായിട്ടുള്ള, അങ്ങനെ ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തനായ മനുഷ്യന് ശാന്തി ലഭിക്കുന്നതാണ്. അപ്പൊ അതിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്താ, പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം പറയുന്നത് എന്താ, വിഷയസുഖങ്ങൾ കിട്ടാതെ വന്നാൽ കോപിക്കുന്ന സ്വഭാവമല്ല അയാൾക്കുള്ളത്. അയാൾ ഇന്ദ്രിയ വിഷയങ്ങൾ നേടാൻ വേണ്ടി പ്രയത്നിക്കുകയുമില്ല. അതാണ്. അപ്പൊ ആസക്തി തീരെ നശിക്കും. ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാര പദത്തിലെത്തുകയും ബ്രഹ്മഭൂതാവസ്ഥ, ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തനായ മനുഷ്യന് ശാന്തി ലഭിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? കലിയുഗത്തിൽ ശാന്തിയും സമാധാനവും. വളരെ ആൾക്കാർ, വളരെ ജനകോടികൾ ഇന്ന് എന്താ, ആൾക്കാർ പല മെഡിറ്റേഷനും പല കാര്യങ്ങളിലേക്കും പോവുകയാണ്. അതാണ് കലിയുഗത്തിലെ കാര്യങ്ങൾ. ശാന്തിയില്ല, സമാധാനമില്ല, എവിടെ നോക്കിയാലും ഭ്രമം കയറി ഇങ്ങനെ നടക്കുവാണ് ജനങ്ങൾ. കലിയുഗത്തിലെ വിശേഷമാണ്. സുമന്ത മതയോ മന്ദഭാഗ്യ ഉപദ്രവ എന്ന ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. മന്ദബുദ്ധിയാണ്, വഴക്കാളികളാണ്, നിർഭാഗ്യവരന്മാരാണ്, നിർഭാഗ്യമാണ്, സൗഭാഗ്യം ഇല്ല, അതാണ് അൺലക്കി പീപ്പിൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെന്താ, ജലസ്, ഈഗോ, ഇതെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനസ്സ് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ്. ആ കടല് എങ്ങനെയാണോ, കടലിലെ ആ തിരമാലകളെ കൂട്ട് മനസ്സിങ്ങനെ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുക. എന്താ, അനേകായിരം ആഗ്രഹങ്ങൾ, 1 കിട്ടുമ്പോൾ 10 കിട്ടുമ്പോൾ 1000 കിട്ടുമ്പോൾ 10,000 വേണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ എന്താ, ഇതിലൊന്നും ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തത വേണം. എന്നാൽ മാത്രമേ മനുഷ്യന് ശാന്തി ലഭിക്കുകയുള്ളൂ. അതാണ് ആപൂര്യമാണോ മചല പ്രതിഷ്ഠം സമുദ്രപാപ പ്രവിശന്തി തദ്വാത് കാമായം പ്രവിശന്തി സർവേ ന ശാന്തി മാപ്നോതി ന കാമകാമി. അപ്പൊ എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കാനും ഉൾക്ഷോഭമില്ലാത്ത ആ സമുദ്രത്തിലേക്ക് നദികളെന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങൾ. അപ്പൊ ഈ ആഗ്രഹമാണ് ഇതെല്ലാം. ഇത് പ്രക്ഷുബ്ധനാകാതെ മനുഷ്യന് മാത്രമേ ശാന്തി ലഭിക്കൂ. അപ്പൊ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല എന്നാണ്, യത്നിക്കരുത്. എന്നാൽ കൂടുതൽ അധ്വാനം ആഗ്രഹങ്ങൾ വന്നു ചേരും. നിഷ്കാമമായ ഭക്തിയുത സേവനം കൊണ്ട് നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും, ഭഗവാൻ തരും. നമുക്ക് എന്താണോ കരുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ തരും അല്ലേ. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അനന്യ ചിന്തയന്തോമാം ഏ ജനാം പര്യുപാസേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. മറ്റുള്ള ചിന്തകളൊന്നുമില്ലാതെ നിന്റെ ധർമ്മം ചെയ്യൂ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കരുതി വച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കോ ഈ വർഷത്തേക്കോ 10 വർഷം കഴിഞ്ഞോ 5 വർഷം കഴിഞ്ഞോ എന്താണോ നിനക്ക് വേണ്ടത്, നിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കിട്ടും. നിനക്ക് വേണ്ട അവാർഡും റിവാർഡും ഒക്കെ ഞാൻ തരും അല്ലെ. ഭഗവാൻ എത്രയോ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏ ധാമാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനനുവർത്തന്ത മനുഷ്യാപാർത്ത സർവശ.
നീ എന്നിലേക്ക് എൻ്റെ ശരണാഗതി പ്രാപിച്ച് എൻ്റെ സേവനങ്ങൾ ചെയ്തു, എൻ്റെ നാമം ജപിക്കൂ, ഭക്തനാവൂ, കലിയുഗത്തിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തന്നുകൊള്ളാം. ധാമാം പ്രപഞ്ചി, നിനക്ക് വേണ്ട അവാർഡുകളും റിവാർഡുകളും ഒക്കെ ഞാൻ തന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്താ പറഞ്ഞേ? നീ എന്നിൽ ശരണാഗതി പ്രാപിക്കൂ, എൻ്റെ ഭക്തനാകൂ. സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം സർവപാപേഭ്യോ മോക്ഷിഷ്യാമി മാ ശുച. നീ എന്നിൽ ശരണം പ്രാപിക്കൂ, എൻ്റെ സേവനങ്ങൾ ചെയ്യൂ, എൻ്റെ ഭക്തനാവൂ, എന്നെ പ്രണമിക്കൂ, എന്നെ ആദരിക്കൂ. കാരണം എന്താ? ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, എല്ലാത്തിൻ്റെതായ പരംപിതാവ് എന്ന് പറയും. ആ പരംപിതാവിനെ നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനെ അല്ലെ കൃഷ്ണനെ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. ഒന്നിനും അതാണ് നിഷ്കാമമായ കർമ്മം. ആ കർമ്മത്തിൽ ഏർപ്പെടാനാണ് ഈ രാഗദ്വേഷ കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിറ്റാച്ച്മെന്റ്, അതിനെല്ലാം വിരക്തി ഇട്ടാൽ മാത്രമേ അതിനോട് അറ്റാച്ച്മെന്റ് വരുള്ളൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഭഗവാൻ ശാസ്ത്രങ്ങളിലൂടെയും ആചാര്യന്മാരുടെയും നമുക്ക് ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്തിനാ? നമ്മുടെ സമാധാനവും ശാന്തിയായിട്ടുള്ള നമ്മുടെ ജീവിതചര്യകളിൽ പ്രവർത്തിച്ച്. അതാ പറഞ്ഞേ, ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട് ശ്ലോകം, 2-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജത് ഭാവയതോ ശാന്തിർ അശാന്തസ്യ കുതസുഖം. ഇപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞത് എന്താ? ഒരു എപ്പോഴും നമുക്ക് പരമമായ വിശുദ്ധമായിട്ടുള്ള അശാന്തി സമാധാനവും വേണം അല്ലെ? ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തനായ മനുഷ്യന് ശാന്തി ലഭിക്കൂ. അപ്പൊ ആ ശാന്തി സമാധാനമാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ ഓരോ ദിനങ്ങളിലും കലിയുഗത്തിൽ അറിയാവുന്നതാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, എല്ലാത്തിനും ഇങ്ങനെ ഭ്രമിച്ച് നടക്കുകയാണ് ആൾക്കാർ. അപ്പൊ ശാന്തി സമാധാനം എവിടെ ഇല്ല. കാരണം എന്താ? നമ്മൾ മന്ദബുദ്ധിയാണ്. ഭഗവാനോട് അടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും അത് വിനിയോഗിക്കാതെ, നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ നമ്മൾ പോവുകയാണ്. ഏതോ റെഡ് സിഗ്നലിലൊക്കെ കയറി പോവുകയാണ്. പക്ഷെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ലഭിക്കില്ല. അപ്പൊ ഈ ശാന്തി ലഭിക്കണമെങ്കിൽ നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജത് ഭാവേതോ ശാന്തിർ അശാന്തസ്യ കുതസുഖം. അപ്പൊ നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കണം അല്ലെ? അവബോധത്തെ ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രക്രിയയിൽ ഇടതടവില്ലാതെ എപ്പോഴും സതതം കീർത്തയന്തോമ യദന്തശ്ച ദൃഢാവൃത സമസ്യന്തശ്ച മാംഭക്ത്യ നിത്യയുക്ത ഉപാസത. എപ്പോഴും ആ ഒരു യോഗ പ്രക്രിയയിൽ ഏർപ്പെടണം, കണക്റ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ആശ്രയം, ആ ഏക ആശ്രയം ഭഗവാനാണെന്നുള്ളതും പരമദിവ്യോത്കൃഷ്ടായ പരംപിതാവാണ് നമ്മുടെ എല്ലാ ആശ്രയം തരുന്നതും. ആ കുടക്കീഴിൽ, ആ സത്സംഗത്തിൽ, ആ നാമജപത്തിൽ നമ്മൾ നിരന്തരമായിട്ട് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ഭക്തിയുത സേവനം, ഭക്ത്യാനാം അഭിജാനാദി എന്നാ പറയുന്നത്. ഭക്തി കൊണ്ട് മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ ഇന്നിരിക്കുന്ന ഈ 40-45 പേര് ഭക്തന്മാര് ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിലും പലരും നമ്മുടെ മനസ്സ് ചഞ്ചലം ഹി മനകൃഷ്ണ, മനസ്സ് പല സ്ഥലത്തായിരിക്കും. എന്നാൽ നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ച് ഈ 1 മണിക്കൂർ നമുക്ക് സത്സംഗത്തിൽ കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലെങ്കിൽ നമ്മളെല്ലാം നിർഭാഗ്യമാണ് നമ്മുടെ. അപ്പൊ നമുക്ക് കുറച്ച് പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ കാറ്, വണ്ടി, ധനം, വീട്, പുത്രകളത്രാദികളൊക്കെ നല്ല അതാണ്. പക്ഷെ ഒരു ആത്മാവിനെ, ആ പരമാത്മാവിനെ അലങ്കരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒൺലി ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നവവിധ ഭക്തികളിൽ ശ്രവണം, കീർത്തനം. ഇതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്നതാണ്, എന്നാൽ കൂടി എന്നും ഒരു പുതുമയുള്ള കാര്യമായിട്ട് നമുക്ക് ചെവിയിൽ കൊള്ളാം. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ വൈശിക ആ വിഷയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് വിടുതൽ കിട്ടുകയും ഭൗതിക കാര്യങ്ങളിലേക്ക് ഇല്ലാതെ ആത്മീയ കാര്യങ്ങളൊക്കെ, അങ്ങനെ പരമാത്മാവിനെ പരിപോഷിപ്പിക്കപ്പെട്ടാൽ ആ ബ്രഹ്മഭൂതാവസ്ഥയിലേക്ക്, അതാണ് ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തനായ മനുഷ്യന് അപ്പൊ നമുക്ക് ശാന്തി സമാധാനം ലഭിക്കുന്നതാണ്. എന്താ നാസ്തി, ആ 2-ാമത്തെ അധ്യായം 66-ാമത്തെ ശ്ലോകം എടുത്ത് ഒരു ഹോംവർക്ക് പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താ പറയുന്നത്? ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തേല് 66-ാമത്തെ ശ്ലോകം നാസ്തി. അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കണം. ആ ഭഗവാനുമായിട്ട് കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടുത്ത് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉറച്ച മനസ്സ് വേണം, ഉറച്ച ബുദ്ധി വേണം. ഇതിനെല്ലാം വേണ്ടത് എന്താ? സമാധാനം കൈവരിക്കാൻ. ഇതിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സമാധാനം കൈവരിക്കാൻ പറ്റില്ല. അപ്പൊ സമാധാനമില്ലെങ്കിൽ പിന്നെ സുഖവും ശാന്തി എവിടെയാണ്? അപ്പൊ ശാന്തി വേണം, സമാധാനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? കൃഷ്ണാവബോധമില്ലാതെ നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കണം
അല്ലെ? അവബോധം നമ്മുടെ പൂർവ്വജന്മം കൊണ്ടും ഈ ജന്മം കൊണ്ടൊക്കെ മലിനപ്പെട്ട് കിടക്കുകയാണ്. പല പുണ്യങ്ങളും പാപങ്ങളുമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത്. അപ്പോൾ ആ പരമപുരുഷനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ആ ഒരു ബന്ധം നിർബന്ധേ കൃഷ്ണസംബന്ധം എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു സംബന്ധം വേണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സത്സംഗം, നാമസങ്കീർത്തനം, ഇങ്ങനെയുള്ള ഭഗവത് എന്തൊക്കെയാണ് ആ അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ധർമ്മമാണ്. ഈ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം, അല്ലെ? ഇല്ലെങ്കിൽ എന്താ പറയുക? ധർമ്മസ്വനിഷ്ഠിത പുംസ, ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്, ധർമ്മസ്വനിഷ്ഠിത പുംസ വിശ്വസേന കഥാസുയക നോത്പാദയന്തോം രതി ശ്രമയേ വൈവി കേവലം. ഇതെല്ലാം ശ്രദ്ധിക്കാനും ഇങ്ങനെയുള്ളതിനോട് അട്രാക്ഷൻ, അല്ലേ? ഭഗവത് കാര്യങ്ങളോട്, ഭാഗവത കാര്യങ്ങളോട് നമ്മളെല്ലാം ഭക്തന്മാരായിട്ട് ആ ശ്രവണം, അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രവണത്തിലേക്കുള്ള ഒരു ആകർഷണം, അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കണമെന്നുള്ള നമ്മുടെ ഒരു ഉത്സാഹം, ഒരു എന്തൂസിയാസം നമുക്കില്ലെങ്കിൽ നമുക്ക് വെറും ജീവിതം പാഴൊഴിച്ചു. എന്താ ശ്രമയേവസി കേവലം, കേവലം നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിതം പാഴാക്കലാണെന്നാണ് പറയുന്നത്. കുറേ നമ്മൾ ജോലി ചെയ്തു, കഷ്ടപ്പെട്ടു, പിന്നെ പൈസ ഉണ്ടാക്കി, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഭൗതികമായ ആസക്തി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതൊക്കെ മധുരിക്കും. പക്ഷെ ഭക്തിയുത സേവനം, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ സത്സംഗം എന്താ പറഞ്ഞാൽ ആദ്യം ചവർക്കും. അത് പ്രഭു പറഞ്ഞു കയറാം, ലാസ്റ്റ് കയറാം, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കയറാം, അല്ലെങ്കിൽ പിന്നീട് കയറാം, അല്ലെങ്കിൽ ഇന്ന് കയറാൻ പറ്റില്ല, ആ ഒരു നിരുത്സാഹം. അപ്പം അത് ഒക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊക്കെ ചവർക്കും. പക്ഷെ പിന്നീട് കുറേ നാൾ ഈ ആയിട്ട് ആ ഒരു കാര്യങ്ങൾ സത്സംഗത്തിൽ വരുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഇത് മധുരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഭൗതിക കാര്യങ്ങൾ അങ്ങനെയല്ല, ആദ്യം അത് മധുരിക്കും, പിന്നീട് അത് ചവർക്കും. അതാണ് അങ്ങനെയുള്ള ഈ വിഷയസുഖങ്ങളോ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളൊരു 10 മിനിറ്റ് കുറച്ച് എന്തെങ്കിലും കോമഡി, അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അത് ആദ്യം ലാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭൗതികമായ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടില്ല, ആദ്യം ലാസ്റ്റ് അത് ചവർക്കും എന്ന് പറഞ്ഞാൽ ആദ്യം അത് വലിയ പ്രശ്നമായിട്ട് മാറും. പക്ഷേ അപ്പോൾ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ചവർപ്പായിരിക്കും, പിന്നീട് മധുരിക്കും. അതാണ് അങ്ങനെയുള്ള. അതുപോലെ നമുക്ക് കൃഷ്ണാവബോധമില്ലാതെ ആർക്കും ഈ ശാന്തി കൈവരിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അവബോധത്തെ ശുദ്ധീകരിക്കാൻ എന്താ? ഭഗവാന്റെ നാമജപം, ഭഗവത് പാരായണം, ഭാഗവത പാരായണം, സത്സംഗം, ഭജനക്രിയ, സാധനഭക്തി. നമ്മൾ രാവിലെ എണീറ്റ് ഭഗവാന് പത്രം, പുഷ്പം, ഫലം, തോയൊക്കെ അർപ്പിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക. ലളിതമായ മാർഗം, വളരെ ലളിതമായ സേവനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നുണ്ട്, ഒരിക്കലും നിന്നെ കൈവിടില്ല എന്നാണ്. നിന്റെ മഹാഭാവങ്ങൾ ഭയങ്ങളിൽ നിന്ന് പോലും നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്ന് ഭഗവാൻ ഗ്യാരണ്ടി തരികയാണ്, അല്ലെ? സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. യു ഡോണ്ട് വറി, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. പക്ഷെ നീ എന്നിൽ ശരണാഗതി പ്രാപിക്കൂ, എൻ്റെ നാമം ജപിക്കൂ, ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ള സേവനത്തിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യൂ. അതൊക്കെയാണ് പറയണത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കലിയുഗത്തിലെ ധർമ്മങ്ങളാണ്. അപ്പൊ ഇതൊക്കെ അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്താ? നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വന്നു കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും, പല പല ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളെല്ലാം ഭഗവത് കാരുണ്യത്തിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി, സമാധാനം ലഭിക്കുകയും അതോടെ നമുക്ക് കൂടുതൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുകയും ആ ശാന്തി കൈവരിച്ച് തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്. ഇതിനെല്ലാം ഫലം ആസ്വദിക്കുന്ന ആരാ? ഭഗവാൻ തന്നെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും, അല്ലെ? എല്ലാത്തിൻ്റെ സുഹൃത്താരാ? ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ, ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു അറിവ്, അല്ലെ, ആ ഒരു തിരിച്ചറിവ് നമുക്ക് സത്സംഗത്തിലൂടെയും നാമജപത്തിലൂടെയും ഭഗവത് സേവനത്തിലൂടെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെയും ആസ്വാദകനും ഉടമയും ഏവരുടെ സുഹൃത്തും ഭഗവാൻ ആണെന്ന് നമ്മൾ ആ തിരിച്ചറിവ് നമുക്ക് കിട്ടണം. ആ അങ്ങനെ നമുക്ക് സമാധാനം നേടുകയും നമ്മുടെ ഉള്ളിലുള്ള അവബോധത്തെ ശുദ്ധീകരിച്ച് പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ എപ്പോഴും നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയും ആ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണിത്. അതെ, കൃഷ്ണനായിട്ടൊന്ന് ബന്ധപ്പെടുന്നാൽ നമ്മൾ എപ്പോഴും അമ്പലത്തിൽ പോകാനോ 24 മണിക്കൂറും ജപിച്ചുകൊണ്ടിരിക്കാനല്ല പറയേണ്ടത്. സ്വധർമ്മം അനുഷ്ഠിക്കണം. ആ ധർമ്മം എന്താ? ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ നാമം ജപിക്കുക, നമ്മുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായുള്ള ആ
സംരക്ഷണം, അച്ഛൻ, അമ്മ, മാതാപിതാക്കന്മാരെ, കുട്ടികളെ അവരെയൊക്കെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും കൂടാതെ നമ്മുടെ കൂടുതൽ കലിയുഗത്തിൽ കൂടുതൽ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ശാന്തിയും സമാധാനവും ലഭിക്കുകയും ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കാം. അതാണ് എപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശാന്തിയും സമാധാനം, ആനന്ദാംബുതി വർധനം പ്രതിപദം പൂർണ്ണാമൃത ആസ്വാദനം എന്നാണ്. അപ്പൊ ആ ആനന്ദം മനസ്സിലുള്ള ആ പരമാത്മാവിനെ അലങ്കരിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം പിന്നെന്താ, ദുഃഖങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിൽ സമഭാവനയായിട്ട് ആ ഏത് വിശുദ്ധ ഭക്തിയോടെ എൻ്റെ സേവനത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബ്രഹ്മഭൂതാവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. ആപൂര്യമാണോ അചലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി യദ്വാ തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തി മാപ്നോദിന കാമകാമി. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉൾക്ഷോഭമില്ലാത്ത ആ സമുദ്രത്തിലേക്ക് നദികളെന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങൾ. അപ്പൊ ആഗ്രഹങ്ങളെല്ലാം സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന പോലെ ആ ഒരു പ്രക്ഷുബ്ധനാകാതെ അങ്ങനെയുള്ള മനുഷ്യന് ശാന്തിയും സമാധാനം ലഭിക്കുകയും തിരിച്ച് നമുക്ക് കൂടുതൽ ഭഗവാന്റെ സേവനത്തിലും ഭഗവത് പ്രാപ്തി കൈവരിക്കുകയും ഭൗതിക ജീവിതത്തിലെ ഉണ്ടാകുന്ന ഇന്ദ്രിയ സുഖപ്രാപ്തിക്കായിട്ട് പ്രവർത്തിക്കാതെ അതൊക്കെ ദുഃഖം ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിത്യവും ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ചിത്തം ശുദ്ധിയാകണം. അപ്പൊ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്ത പുരുഷൻ എന്നുള്ള തിരിച്ചറിവ് കിട്ടുകയുള്ളൂ. ഭക്തി കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, ഭക്തന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും. ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഈ ധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലേ? അതാണ് ആ ധർമ്മം അനുഷ്ഠിക്കാനാ പറയണത്. ഭക്ത്യാന അഭിജാനാദി യാവാൻ യാച്ചാസ്മി തത്വതഃ തതോ മാ തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം എന്നാണ്. ആ ഒരു വഴി, ആ ഒരു ജീവിതത്തിലെ വഴി തുറന്ന് ഭക്തന്മാർ കൊണ്ടും പല ആചാര്യന്മാരുടെ കൃപയാലും നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഈ കലിയുഗത്തിൽ. അപ്പൊ ആ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താ, ഭഗവാൻ ഭക്തന്മാർക്ക് മനസ്സാലും വാക്കാലും പ്രവൃത്തിയാലും ഭഗവാനെ കീഴടക്കാനും പറ്റും എന്നാ പറയുന്നത്. സ്ഥാനേ സ്ഥിതേ ശ്രുതികഥാം തനുവാക് മനോഭിർ. അതിനു വേണ്ടിയിട്ട് എന്താ നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്താ? ഭഗവത് സേവനം മാത്രമേ ഉള്ളൂ. നാമവിനു കലികാലേ നഹിയാര ധർമ്മ സർവമന്ത്ര സാരനാമ ശാസ്ത്രധർമ്മ. ഇപ്പൊ ഈ കലിയുഗത്തിൽ തിരുനാമ ജപം അല്ലാതെ മറ്റൊരു അനുഷ്ഠാനം, ആ നവവിധ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരാംശം ഇത് തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശ്രമിക്കുന്നത്. അപ്പം ശ്രീമദ് ഭാഗവത്തിലെ ഒരു ശ്ലോകം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ, തദേ പരേചാത്മ സമാധി യോഗ ബലേന ചിത്വാ പ്രകൃതിം ബലിഷ്ടം ത്വമേവ ധീര പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാനത സേവയാതേ. അപ്പൊ ഭഗവത് പ്രാപ്തി കൈവരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടണമെങ്കിൽ ഭഗവാന്റെ സേവനത്തിലൂടെ നിരന്തരമായ ആ പരമാത്മാവിനെ അലങ്കരിക്കാനുള്ള ആ സേവനത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സേവനത്തിലൂടെ തദേ പരേജാത്മ സമാധി യോഗ. കാരണം ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വളരെ ആൾക്കാർ പല സംഘടനകൾ എന്താ കഠിനാധ്വാനം ചെയ്യുവാണ്. പക്ഷേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, ലളിതമായ ഈ സ്വീകരിക്കൂ, നിങ്ങൾക്ക് കലിയുഗത്തിൽ വേറെ സമയമില്ല, സന്ദർഭമില്ല, ഈ 1 മണിക്കൂർ തന്നെ തികച്ചു കിട്ടുന്ന വളരെ ആണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചും ഭഗവത് സേവനം ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തദേ പരേജാത്മ സമാധി യോഗ, ആത്മസാക്ഷാത്കാരത്തിന് കഠിനാധ്വാനം ചെയ്യാതെ ലളിതമായ മാർഗത്തിലൂടെ ഭഗവത് പാദം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള അവസരങ്ങളാണിത്. അതെല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിലൂടെ ആ ഭൗതിക സങ്കല്പത്തിൽ നിന്ന് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടി ഉള്ളിലുള്ള കാമക്രോധ ലോക മത മാത്സര്യങ്ങളെല്ലാം മാറി ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവത് പ്രാപ്തി കൈവരിക്കാനും ഭഗവാന്റെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനും ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിക്കാനും എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ഈ സത്സംഗത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ഇനി എന്താണ്
ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചാലോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സ്വപ്നമാതാജി 18ാമത്തെ അധ്യായം മുഴുവൻ വായിക്കുമല്ലോ അല്ലേ? ആ ശ്ലോകം വായിക്കാം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു വായിച്ചോട്ടെ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 18ാം അധ്യായം. പുരുഷോത്തമ യോഗം. ശ്രീ ഭഗവാൻ ത്യാഗം. സന്യാസത്തിന്റെ പരിപൂർണ്ണത. സോറി 18ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണ്ണത. അതെ അതെ. പുരുഷോത്തമ യോഗം 15ാമത്തെയാണ്. ഇത് 18. സോറി. ഹരേ കൃഷ്ണ. അധ്യായം 18 സന്യാസത്തിന്റെ ത്യാഗം നിശ്ചയം ഹരേ കൃഷ്ണ. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ കഥമാ ത്യാഗോ ഹി പുരുഷ വ്യാഘ ത്രിവിധ സംപ്രകീർത്തിത പാവനാനി മനീഷിനാം ഏതാന്യഭിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ ഭാർത്ത നിശ്ചിതം മതമുത്തമം നിയതസ്യ ത്വ സന്യാസഃ കർമ്മണോ നോപപദ്യത്തെ മോഹാതസ്യ പരിത്യാഗഃ താമസാ പരികീർത്തിതാഃ ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശ ഭയാത്യജേത് സാ കൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേ സംഗം ത്യാഗസ്വാപ്തികോ മതാഃ കുശലം കർമ്മ കുശലേനാനുസജ്ജതേ ത്യാഗ തത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയഃ നഹി ദേഹഭൃതാ ശക്യം त्यक्तुं कर्माण्यशेषतः यस्तु कर्मफलत्यागी सत्यागीत्यभिधीयते. अनिष्टमिष्टं मिश्रं च कर्मणः बाहो कारणानि सर्वकर्मणाम् अधिष्ठानं तदा कर्ता करणं च पृथग्विधं विविधा च पृथक्चेता दैवं चैवात्र पञ्चमं शरीरं कर्म पारपदे नरः न्यायं वा विपरीतं तत्रैवं सदि कर्तारम् आत्मानं केवलं तु यः पश्यत्याकृतबुद्धित्वान् न सत् पश्यति दुर्मिधि यस्य नाहं कृतो भावो बुद्धिर्यस्य न लिप्यते हत्वा विपायिमान् लोकान् न हन्ति न निबध्यते. ज्ञानं ज्ञेयं परिज्ञाता कर्मचेतना त्रिविधा कर्म संग्रहः ज्ञानं कर्मकर्ता च त्रिदैवा गुणभेदतः प्रोच्यते गुणसाङ्ख्यानि यदावत् शृणुतान्यपि. सर्वभूतेषु येनैकं भावमव्ययं मीक्षते अविभक्तं विभक्तेषु तज्ज्ञानं विद्धि सात्विकं पृथक्त्वेन तु यज्ञानं नानाभावं
वेत्ति सर्वेषु भूतेषु तज्ज्ञानं विद्धि राजसं तत्तु कृष्णवदे कस्मिन् कार्ये सक्तः महैदुकम् अदत्वास्तवदल्पया तत्तामसमुदाहृतं नियतं सङ्गरहितं रागद्वेषदकृतम् अफलप्रोक्तुना कर्म यत्तत् सात्विकामुच्यते यत्तु कामोप्सुना कर्म साहङ्कारेण वा पुनः क्रियते बहुलायासं तद्राजसमुदाहृतम् अनुबन्धं क्षयं हिंसा अनपेक्षित पौरुषं मोहादार्यपदे कर्म यत्तामसमुच्यते मुक्तसङ्गोऽनहं वादी उत्साहमन्विदाः सिद्धोर्निर्विकारः कर्ता सात्विक उच्यते रागी कर्मफलप्रोक्तुर्लुब्धौ हिंसात्मको शुचि हर्षशोगान्वितः कर्ता राजसा परिकीर्तिताः अयुक्त प्राकृतस्तब्ध षडो नैष्कृति कोलसाः विषादी दीर्घसूत्री च कर्ता तामस उच्यते बुद्धेर्भेदं धृतेश्चैव गुणस्त्रिविधं शृणु प्रोच्यमानमशेषेण पृथग्धेन धनञ्जया प्रवृत्तिं च निवृत्तिं च कार्यकार्ये भयाभये बन्धं मोक्षं च या वेत्ति बुद्धि सा पार्थ सात्विकी यया धर्ममधर्मं च कार्यं च कार्यमेव च अयदावत् प्रजानाति बुद्धि सा पार्थ राजसी अधर्मं धर्ममिति या मन्यते तामसा वृथा सर्वार्थान् विपरीतांश्च बुद्धि सा पार्थ तामसी धृत्या यया धार्यते मनःप्राणेन्द्रियक्रियाः योगेन व्यभिचारिण्या धृति सा पार्थ सात्विकी यया विमुञ्चति दुर्मेधा धृति सा पार्थ तामसी അവര് ഫോൺ നമ്പർ ഒന്ന് മൊത്തം നീ കയറ്റി കൊടുക്കട്ടോ. ഒഴിവുള്ളപ്പോഴേ ഒറ്റ നമ്പർ ശരി. सुखं त्वदानीं त्रिविधं शृणु मे भरतर्षभ अभ्यासाजमदे यत्र दुःखान्तं च निगच्छति यत्तदग्रे विषमिव परिणामे मृथोपमं तत्सुखं स्वात्विकं प्रोक्तम् आत्मबुद्धिप्रसादजं विषयेन्द्रियसंयोगात् यत्तदग्रे मृतोपमं परिणामे विषमिव तत्सुखं राजसंस्मृतम् यदग्रे चानुबन्धे च सुखं मोहनमात्मनः निद्रालस्य प्रमादोतं तत्तामसमुदाहृतम् न तदस्ति पृथिव्यां वा दिवि देवेषु वा पुनः सत्त्वं प्रकृतिजैर्मुक्तं यदेभिः स्यात् त्रिभिर्गुणैः ब्राह्मणक्षत्रियविषां शूद्राणां च परन्तप कर्माणि प्रविभक्तानि स्वभाव प्रभवैर्गुणैः समोधमस्तपः शौचं शान्तिरार्जवमेव च ज्ञानं विज्ञानमास्तिक्यं ब्रह्मकर्म स्वभावजं शौर्यं तेजो धृतिर्धाक्ष्यं युद्धे चाप्यफलायनं दानमीश्वरभावश्च शास्त्रं कर्म स्वभावजं कृषि घौरस्य वाणिज्यं वैश्यकर्म स्वभावजं परिचर्यात्मकं कर्म शूद्रस्यापि स्वभावजं स्वेति कर्मण्यभिरतः तं सिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं यदा विन्दति तच्छृणु यतः प्रवृत्तिर्भूतानां येन सर्वमिदं ततं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवः श्रेयान् स्वधर्मो विगुणः परधर्मात् सुनिष्ठितात् स्वभावन्यतं कर्म कुर्वन्नाप्नोति किल्बिषम् सहजं कर्म कौन्तेय सदोषमपि न त्यजेत् सर्वारम्भा हि दोषेण धूमेनाग्निरिवावृताः
असक्तबुद्धिः सर्वत्र चिदात्मा विगतस्पृहः नैष्कर्म्य सिद्धिं परमां सन्न्यासेनाधिगच्छति सिद्धिं प्राप्तो यदा ब्रह्म तदाप्नोति निबोध मे समासीनैव कौन्तेय निष्ठा ज्ञानस्य या परा बुद्ध्या विशुद्धया युक्तो ददात्मानं यम्य च शब्दादीन् विषयान् त्यक्त्वा रागद्वेषो व्युदस्य च विविक्तसेवी लक्ष्वासी यथा वा कायमानसः ध्यानयोगपरो नित्यं वैराग्यं समुपाश्रितः अहङ्कारं बलं दर्पं कामं क्रोधं परिग्रहं विमुच्य निर्ममः शान्तो ब्रह्मभूयाय कल्पते ब्रह्मभूत प्रसन्नात्मा न शोषति न काङ्क्षति समः सर्वेषु भूतेषु मद्भक्तिं लभते पराम् भक्त्या मामभिजानाति यावान्यश्चास्मि तत्त्वतः ततो मां तत्त्वतो ज्ञात्वा विशदे तदनन्तरम् सर्वकर्माण्यपि सदा कुर्वाणो मत्येवाश्रयः मत्प्रसादादवाप्नोति शाश्वतं पदमव्ययम् चेतसा सर्वकर्माणि मयि संयस्य मत्परः बुद्धियोगमुपाश्रित्य मच्चित्तः सततं भव मच्चित्तः सर्वदुर्गाणि मत्प्रसादात् तरिष्यसि अथ त्वं गारात् न विनश्यति यदहङ्कारमाश्रित्य न योत्स्या इति मन्यसि मिथ्यैष व्यवसाय प्रगतिस्त्वां स्वभावचेन कौन्तेय निबद्धत्वेन कर्मणा कर्तुं नेच्छसि यन्मोहात् करिष्यस्येव शोभितत् ईश्वरः सर्वभूतानां हृद्देशेऽर्जुन तिष्ठति भ्रामयन् सर्वभूतानि इन्द्रारूढानि मायया तमेव शरणं गच्छ सर्वभावेन भारत तत्प्रसादात् इति ते यदेच्छसि तथा कुरु सर्वगुह्यमतं भूयः मे परमं वचः इष्टमिति ततो वक्ष्यामि हितं मन्मना भवद्भक्तो मध्याजी मत्कुरु मामे वैश्यसि सत्यं प्रतिजाने प्रियोऽस्मि सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वां सर्वपापैः मोक्षयिष्यामि मा शुचः इदं तेनादपस्काय न भक्ताय कदाचन न चाशुश्रूषे वाचं न च मां योऽभ्यसूयति य इमं परमं गुह्यं भक्तिर्विदास्यति भक्तिं मयि परां कृत्वा मामेव शस्य संशयः न च तस्मान् निश्चेषु कश्चिन्मे प्रियतमः भविता न च भवितमी तस्मात् प्रियतरो भुवि चैमं धर्म्यं संवादमावयोः ज्ञानयज्ञेन अहम् इष्टः प्राप्नुया पुण्यकर्मणाम् कच्चिदेतच्छ्रुतं पार्थ त्वयैकाग्रेण चेतसा नष्टो मोहस्मृतिर्लब्ध्वा तत्प्रसादान्मयाच्युता स्थितोऽस्मि गतसन्देहः करिष्ये वचनं तव सञ्जय उवाच नित्यहं वासुदेवस्य पार्थस्य च महात्मनः सादममश्रौचम् अद्भुतं रोमहर्षणं व्यासात् प्रसादात् श्रुतवान् एतद्गुह्यमहं परम् योगं योगेश्वरात् कृष्णात् साक्षात् कथयत स्वयं राजन् संस्मृत्य संवादमिममद्भुतम् केशवार्जुनयोः पुण्यं हृष्यामि च मुहुर्मुहुः तच्च संस्मृत्य रूपमत्यद्भुतं हरे च पुनः पुनः यत्र योगेश्वरः कृष्णो यत्र पार्थो धनुर्धरः
तत्र श्रीर्विजयो भूते ध्रुवाणि धर्मधर्मम यत्र योगेश्वरः कृष्णो यत्र पार्थो धनुर्धरः तत्र श्रीर्विजयो भूते ध्रुवाणि यत्र योगेश्वरः कृष्णो यत्र धनुर्धरः तत्र ध्रुवाणि धर्मधर्मः हरे कृष्ण 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 हरे 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 राम राम हरे हरे हरे। श्रीमद् भगवद गीता ग्रंथराज की हरे कृष्णा। श्रीमद् भगवद गीता ग्रंथराज की जय। श्री प्रभुपाद की जय। श्री गुरुदेव की जय। अनंत कोटि वैष्णव वृंद की जय। गौर सीतानाथ प्रेमानंदे हरि हरि बोल। हरे कृष्णा। താങ്ക് യു। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രഭുപാദിക്ക് ജയ്. ഹരികൃഷ്ണ പ്രഭു. താങ്ക് യു. ജയ.